നമുക്ക് ഇന്നൊരു യാത്ര പോകാം. ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങളുണ്ട് എന്നോടൊപ്പം. സാധാരണ വഴിമധ്യേ താത്പര്യങ്ങളുടെ വൈരുദ്ധ്യം കൊണ്ട് കാണുന്ന സ്ഥലങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, കഴിക്കുന്ന ഭക്ഷണം, ഇവയുടെ കാര്യത്തിൽ തർക്കങ്ങൾ ഉണ്ടാകാറില്ലേ? പക്ഷേ നിങ്ങളോട് എനിക്ക് എതിരഭിപ്രായങ്ങളില്ല. എന്നോടുള്ള നിങ്ങളുടെ സഞ്ചാരം ഒരു കഷായം പോലെ ആരോഗ്യകരമായിരിക്കും, അതുറപ്പാ. രാവിലെ 9:30 മണി സമയം. ഇന്ന് 3-ാം ഓണ ദിവസമാണ്. സദ്യയൊക്കെയുണ്ട്. അല്ലറ ചില്ലറ സുറ പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരിക്കാം. പുറത്ത് മഴയൊക്കെയല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചില്ലല്ലോ. ഈ കാടുകൾ താണ്ടി മഴയും മലവെള്ളപ്പൊക്കവും വകവയ്ക്കാതെ യാത്ര ചെയ്യുന്ന എനിക്ക് കൂട്ടുവരുന്ന നിങ്ങളോട് എനിക്ക് തരാനുള്ളത് സ്നേഹവും അകമഴിഞ്ഞ നന്ദിയും മാത്രം. വെൽക്കം ടു മങ്കയം എക്കോ ടൂറിസം. മുന്നറിയിപ്പ്: ഉരുൾപൊട്ടലിലും മലവെള്ളപ്പാച്ചിലിലും ഈ പ്രദേശത്ത് ആളുകൾ അപകടത്തിൽപ്പെടുകയും മരണപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. വനത്തിലും ജലാശയത്തിലും പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. അനധികൃതമായി വനത്തിൽ പ്രവേശിക്കുന്നത് ശിക്ഷാർഹമാണ്. കാഴ്ചയിൽ ആകാശം ചെറുതായി മാറുന്നു. ദൂരങ്ങൾ താണ്ടും തോറും പ്രകൃതി കൂടുതൽ സുന്ദരിയാകുന്നു. ചീകി ഒതുക്കാത്ത മുടി നിറയെ പച്ചില കൊണ്ടവൾ അലങ്കരിച്ചിരിക്കുകയാണ്. നിങ്ങളും ഞാനും വശ്യമതാലസിയായ ഈ സുന്ദരിയും നമുക്കൊഴുകാം ഒരു തെളിനീരരുവിയായി. വിവരണത്തിൻ്റെ ആവശ്യമില്ലാത്തടത്ത് എൻ്റെ മൗനം വാചാലമാകുന്ന എൻ്റെ ആനന്ദമാണ്. ഈ കാട്ടിൻ്റെ ശബ്ദം, കാഴ്ചകൾ, കുളിർ, ചാറ്റൽ മഴ, ഇവയുടെ ഭംഗി എന്നെ നിശബ്ദനാക്കുന്നു. നിങ്ങൾക്കും അങ്ങനെ തോന്നിയോ?
സാഫ്രോൺ ന്യൂസ് മീഡിയയിൽ നിങ്ങൾ കാണും കേട്ടോ. സാഫ്രോൺ ന്യൂസ് മീഡിയ. നടക്കാം. ഒരു വെള്ളച്ചാട്ടത്തെ ഇത്ര അധികം അടുത്തു നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എൻ്റെ അനുഭവത്തിൽ ആദ്യമാണ്. ഇതൊന്നു മാത്രമല്ല, മൊത്തം 3 തട്ട് വെള്ളച്ചാട്ടങ്ങളാണ് മങ്കയം വാട്ടർഫാൾസ് എന്നറിയപ്പെടുന്നത്. പണ്ടെങ്ങോ ഒരിക്കൽ കലിതുള്ളി പെയ്തൊരു വർഷകാലത്ത് കുത്തിയൊഴുകി വന്ന മലവെള്ളപ്പാച്ചിൽ സൃഷ്ടിച്ച ഒരവശേഷിപ്പാണോ ഈ സൗന്ദര്യരൂപമായ ഇന്നത്തെ വെള്ളച്ചാട്ടം? നമ്മൾ നടന്ന് ഇത്രയും മേലെ വന്നു. ഇനി നോക്കൂ, ഇവളാണ് ഞാൻ പറഞ്ഞ ആ സുന്ദരി. ഇപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾ പറഞ്ഞ സൗന്ദര്യങ്ങൾ തുലവും തുച്ഛമെന്ന്? സമ്മതിച്ചു. ഈ നദി നഗ്നയാണ്. അവളുടെ വെള്ളി അരഞ്ഞാണത്തിലെ മിന്നുന്ന മണികൾ കിലുക്കി കാലത്തിനെ മോഹിപ്പിച്ച് അവൾ അന്നനട നടത്തുന്നത് എന്തിനെന്നറിയോ? നമ്മളെ മോഹിപ്പിക്കാനാണ്. നമ്മൾ ഇനിയും വരാൻ. ഒറ്റയ്ക്കിരിക്കാൻ അവൾക്ക് വിഷാദമൊന്നുമില്ലല്ലോ. കാൽപ്പനികതയുടെ താളലയങ്ങളിൽ അവൾ നൃത്തം ചെയ്യുന്നു.
ഉണ്ട് ഉണ്ട്. ആ ചേച്ചി എന്നോട് പറഞ്ഞെന്താണെന്നറിയോ, കാർ അവിടെ ഉണ്ട്, പേടിക്കണ്ട. അതായത് നമ്മുടെ കാറ് അവിടെ സുരക്ഷിതമായിട്ടുണ്ടെന്നാണ് ചേച്ചി പറഞ്ഞത്. നമ്മൾ ഒത്തിരി മേലെ വന്നില്ലേ, പാവമല്ലേ എല്ലാവരും, സ്നേഹം മാത്രം. ആഹാ, ആ ഇത് 12. അതേതാ? 12 തന്നെയാണോ? ഇത് 12. മോന് ചാനലുണ്ടോ? ഏത്? ആ, സാഫ്രോൺ ന്യൂസ് മീഡിയ. മോൻ അതിൽ വരും, യൂട്യൂബിൽ നോക്കണേ. എൻ്റെ പേരെന്താ? ഓക്കെ ഓക്കെ ഓക്കെ. ഉറക്കെ പറ, കേൾക്കില്ല അത്. ഇതാണ് എന്റെ ശരിക്കുള്ള ചാനൽ. ആ, എന്താ ഉറക്കെ പറ, ശരിക്കുള്ളത് എന്താ പേര്? മോൻ്റെ ശരിക്കുള്ള പേര് പറ. ജസ് ഇമ്മാനുവൽ ഡേവിഡ് എവി. ഓക്കെ, ആ ചാനലിൻ്റെ പേര്? പേരൊന്നും മാറ്റണ്ട, നല്ല ചാനലല്ലേ. മോയി നോക്കണേ, സാഫ്രോൺ ന്യൂസ് മീഡിയ നോക്കി യൂട്യൂബിൽ. ആ, ആണോ? അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ ആണ് നിൽക്കുന്നത്. ആ ശരി, പേരെന്താ? റിദിൻ. എവിടെയാ സ്ഥലം? ഞാൻ നേറ്റിങ്കര. ആ ശരി. 10 മില്യൺ വ്യൂവേഴ്സ് ഉണ്ട്. സബ്സ്ക്രൈബേഴ്സ് 30,000 അടുപ്പിച്ചുണ്ട്. ഞാൻ കണ്ടു. ശരി, അപ്പോൾ വലിയ സന്തോഷം. നോക്കിയപ്പോൾ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് ആണ്. ഓക്കെ മോനെ, ഓക്കെ. ബൈ ബൈ. ഓക്കെ ഓക്കെ, നാളെ കാണണം കേട്ടോ ചാനലിൽ. ഇഷ്ടപ്പെട്ടോ ഇവിടെ? പണ്ട് ഉരുൾപൊട്ടൽ എന്തോ ഉണ്ടായി വന്നതായിരിക്കും ഈ വെള്ളച്ചാട്ടം അല്ലേ? നോക്ക് ഈ ഉരുളൻ കല്ലൊക്കെ പണ്ടെങ്ങോ നടന്ന ഒരു വൻ ഉരുൾപൊട്ടലാണ് അല്ലേ? ഏത്? 2 ബാറ്ററി ആൾറെഡി ഉണ്ടല്ലോ. ഫ്രണ്ട് സ്ക്രീൻ ഓഫാക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് ബാറ്ററി തീരും. കാലങ്ങളായി പരിചയമുള്ള പോലെ ഒരു അരുമക്കുട്ടി എന്നോട് മിണ്ടാൻ വന്നു കേട്ടോ. അവനും ചാനലുണ്ടത്രേ. അവൻ്റെ അങ്കിൾ എൻ്റെ സബ്സ്ക്രൈബറാണ്. അത് കേട്ടപ്പോൾ എൻ്റെ ആത്മബന്ധുക്കളാണല്ലോ അവർ എന്ന് കരുതി അവരെ ഞാൻ പരിചയപ്പെട്ടു. എൻ്റെ യാത്രയിലുടനീളം പല ഫ്രെയിംസിൽ അവരുണ്ട്. മുൻപ് അറിയാതെ, ഇപ്പോൾ അറിഞ്ഞുകൊണ്ട്. മോൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അവർ നമ്മുടെ സബ്സ്ക്രൈബറാണ്. ഓക്കെ, മോൻ്റെ ചാനലിൻ്റെ പേര് വ്യക്തമായിട്ട് പറ, ഉറക്കെ പറ. ജെസ്സസ് ചാനൽ. സ്പെല്ലിങ്? JES കൺവെർട്ടർ കോമ S CHANNEL. ഓക്കെ, മോൻ്റെ ഫാമിലിയാണിത്. ഇതാരൊക്കെയാ ഒന്ന് പരിചയപ്പെടുത്തേ. ആഹാ, 9th സ്റ്റാൻഡേർഡ്. ഓക്കെ. റിദിൻ ചേട്ടൻ. ആ ഓക്കെ. ഇത് ചന്ദ്രിക അമ്മാമയാണ്, എൻ്റെ അമ്മ, അച്ഛൻ്റെ അമ്മ. ഇതെൻ്റെ അച്ഛൻ്റെ ചേച്ചി അനിഷ്കയാണ്. ഓക്കെ, ഇതെൻ്റെ അപ്പച്ചൻ, അച്ഛൻ്റെ അച്ഛൻ. ഓക്കെ, എല്ലാവർക്കും ഒരു ഹായ്. നാളെ ചാനലിൽ നിങ്ങളുണ്ടാവും കേട്ടോ. ഓക്കെ, താങ്ക് യു. ബൈ ബൈ. ബൈ മോനെ. ആണോ? എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണോ? എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു അവർ. അത് കാരണം അവരെ ഞാൻ ഫോട്ടോ എടുത്തത്. സാഫ്രോൺ ന്യൂസ് മീഡിയ ആണ് ചാനൽ. അറിയില്ലെങ്കിൽ ഇന്ന് നോക്കണം യൂട്യൂബിൽ, സാഫ്രോൺ ന്യൂസ് മീഡിയ. ആ, ഇന്ന് നോക്കൂ. മോനറിയാം, നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആണ്, ഞാൻ സംസാരിക്കുന്നത് ഞാൻ എടുക്കുകയാണ്. ഇതെന്താ മോനെ തലകുത്തനെ നിൽക്കണേ? അങ്ങനെയൊക്കെ ഉണ്ടോ? എന്താ? ആ, എന്നാലും നേരെ കാണിക്കും. ആ ഓക്കെ, ശരി ശരി ശരി. അപ്പോൾ മുകളിൽ വെച്ച് കാണാം. മുകളിൽ വരുന്നില്ലേ? ഓക്കെ, ബൈ ബൈ.
കാലം തന്ന സ്വപ്നങ്ങളെ കൈപിടിച്ചു നടക്കുന്നു. ശുഭപ്രതീക്ഷയോടെ നല്ലോർമ്മകളെ നെഞ്ചിലേറ്റുന്ന സഞ്ചാരിയായി ഒപ്പം വരില്ലേ? അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.